LDF ഭരിക്കുന്ന പത്തനംതിട്ട കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനാൽ നിക്ഷേപകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോന്നി പയ്യനാമണ്ണ് സ്വദേശി ആനന്ദനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇതിനിടെ ബാങ്കിൽ ഇന്നലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വിശദീകരിച്ച് സെക്രട്ടറി രംഗത്ത് വന്നു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആനന്ദൻ നേരത്തെ 3 മാസത്തെ പലിശ വാങ്ങി പോയതാണെന്നും ബാങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്നും സെക്രട്ടറി ഇൻചാർജ് S. അഞ്ജലി പറഞ്ഞു. പലിശ എടുക്കാനായിട്ട് ബാങ്കിൽ വന്നിരുന്നു. പലിശ നമ്മൾ കൊടുത്തു. അല്ലാതെ അതിൽ കൂടുതൽ ആത്മഹത്യാ ശ്രമങ്ങളോ അല്ലെ വേറെ സംസാര വിഷയങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. 3-4 മാസം മുമ്പ് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭരണസമിതിയായിട്ട് സംസാരിച്ച് ധാരണയായി ആ എമൗണ്ട് കുറച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ആ ധാരണയായ എമൗണ്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം FD എല്ലാം റിന്യൂ ചെയ്തിട്ടേക്കുമായിരുന്നു. പിന്നെ വന്ന് മന്ത്ലി പലിശ മേടിക്കും. 10 ലക്ഷം രൂപയോളം ഉണ്ട്. പല FD കളായിട്ടാണ് കിടക്കുന്നത്. 10 ലക്ഷം ഒന്നിച്ചല്ല, പല FD കളായിട്ട് കിടക്കുന്നത്. ലോൺ ഇനത്തിലൊക്കെ കുറേ ബാങ്കിന് കിട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിക്കവറി ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പക്ഷേ ഈ സംഭവമായിട്ട് ബാങ്കിന് ബന്ധമില്ലാതെ. KV ജയശങ്കറാണ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ജയശങ്കർ, ബാങ്കിന്റെ മാനേജർ ഇൻചാർജ് തന്നെ പറയുന്നത്, സെക്രട്ടറി ഇൻചാർജ് തന്നെ പറയുന്നത് ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് ബാങ്കിന് ബന്ധമില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു വിശദീകരണം വരുന്നുണ്ട്. എന്താണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ച ആളുടെ കുടുംബം പറയുന്നത്? ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രശ്നം ഇവർക്കുണ്ടായതെന്നാണ് കുടുംബം പറയുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ? ഈ കോന്നിയിലെ റീജിയണൽ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഏറെ നാളായി വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇവിടെ നിരവധി നിക്ഷേപകരുടെ സമരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ്. കാരണം ബാങ്ക് ഈയിടെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് പോയി, തിരിച്ചടവ് ഉൾപ്പെടെ മുടങ്ങിയതോടുകൂടി സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് പോയി. പിന്നാലെയാണ് ഈ നിക്ഷേപകർ പണം പിൻവലിക്കാൻ എത്തിയത്. പക്ഷേ അങ്ങനെ പണം തിരിച്ചു നൽകാനുള്ള ഒരു ശേഷി ബാങ്കിന് ഇല്ലാതായി. അങ്ങനെ വലിയ സമരങ്ങൾ നടന്നു. ഈ ആനന്ദനും ഈയിടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ബാങ്കിന് മുന്നിൽ കൃത്യമായി സമരം നടത്തി. അങ്ങനെ ആ സമരത്തിൻ്റെ ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചു. ഏറ്റവും ഒടുവിൽ ഈ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആനന്ദിനോട് ബാങ്ക് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം എത്തിയാൽ പണം നൽകാമെന്നായിരുന്നു. പക്ഷേ ഇയാൾ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി. എന്നാൽ ബാങ്ക് അധികൃതരിൽ നിന്ന് പണം ലഭിച്ചില്ല എന്നാണ് കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. ഇതിൻ്റെ ഒരു വിഷമത്തിലാണ് ആനന്ദൻ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഈ മദ്യത്തിൽ ഗുളിക കലർത്തിക്കൊണ്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് കുടുംബം എന്തായാലും വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പക്ഷേ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആനന്ദൻ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം ബാങ്കിലെത്തി പലിശ വാങ്ങി മടങ്ങുകയായിരുന്നു. മറ്റു പ്രശ്നങ്ങളില്ല. ബാങ്കിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ചധികം സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെന്നാണ് ഈ സെക്രട്ടറി ഇൻചാർജ് 24 എന്തായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ബാങ്കിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ ഒരു ഇര മാത്രമാണ് ആനന്ദൻ. എന്തായാലും ആനന്ദൻ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ച് ലഭിക്കാത്ത നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരാൾ നമ്മൾ നിരന്തരം വിളിക്കാറൊക്കെ ഉള്ള അത്തരത്തിലുള്ള ഒരാളെ നമുക്ക് എന്തായാലും കാണാം. ഇവിടെ അദ്ദേഹത്തോട് സംസാരിക്കാം. ചേട്ടാ, എത്ര രൂപ കിട്ടാറുണ്ട്? 15 ലക്ഷം രൂപ ചെല്ലുവാനും കിട്ടാനോ? എത്ര കാലമായിട്ടിട്ട്? കാലം ഏതാണ്ട് 8 കൊല്ലമായിട്ട് പലപ്പോഴും ഡിപ്പോസിറ്റ് ചെയ്തതാണ് 15 ലക്ഷം രൂപ ചെല്ലുവാനും. 2023 വരെ ഞാൻ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 2-3 ചെരുപ്പ് തേഞ്ഞു വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടുകയില്ല. എന്താ പറയുന്നത്? ഈ ഹൈക്കോടതി ഉത്തരവൊക്കെ ഉണ്ടല്ലോ. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഹൈക്കോടതിയിൽ പോകാൻ പറ്റത്തില്ലല്ലോ. ആനന്ദൻ ഇവിടെ സമരമൊക്കെ നടത്തി സജീവമായിട്ടുണ്ടായിരുന്ന ആൾ. സമയത്തൊന്നും എനിക്കറിയത്തില്ല, ഞാൻ വന്നിട്ടില്ല. ചേട്ടന് പൈസ കിട്ടാൻ എനിക്ക് 15 ലക്ഷം രൂപ ചെല്ലുവാനും കിട്ടാനുണ്ട്. അത് തന്നെയാണ് ഈ അവസ്ഥ. 15 ലക്ഷം ഇദ്ദേഹത്തിന് മാത്രം കിട്ടാനുണ്ട്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. ചേട്ടന് പൈസ എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഈ ചിട്ടിയായിരുന്നു, 5 ലക്ഷം രൂപ ചിട്ടിയായിരുന്നു. 4 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. അത് കിട്ടാനുണ്ട്. ഇത് തന്നെയാണ് ഈ അവസ്ഥ. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉൾപ്പെടെ വാർത്ത നൽകിയതാണ്. ഈ കോന്നിയിലെ റീജിയണൽ സഹകരണ ബാങ്ക് ഇടതുപക്ഷം LDF ഭരിക്കുന്ന ഒരു ബാങ്കാണ്. ആ ബാങ്കിലാണ് ഇത്തരത്തിൽ സാധാരണക്കാരെ അവരുടെ ജീവിത സ്വപ്നങ്ങൾ അവർ നെയ്തു കൂട്ടാൻ വേണ്ടി നിക്ഷേപിച്ച പണം പിടിച്ചു വെച്ചുകൊണ്ട് ഈ ബാങ്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നിരവധി ആളുകൾക്കാണ് ഇത്തരത്തിൽ പ്രശ്നമുള്ളത്. അങ്ങനെ അത്തരത്തിൽ കൂട്ടത്തിൽ പെട്ട പ്രശ്നമുള്ള ഒരാളായിരുന്നു ആനന്ദൻ. കുറേ കാലമായി ഇവിടെ കയറിയിറങ്ങി നടന്നതാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കൊണ്ടുവന്നു. പക്ഷേ പണം കിട്ടാനുള്ള ഒരു സാഹചര്യം ആരും ഒരുക്കി തന്നില്ല. അങ്ങനെയാണ് ഇന്നലെ ഇതിൻ്റെ മനോവിഷമത്തിൽ ആത്മഹത്യയിലേക്ക് കടന്നതെന്നാണ് കുടുംബം പറഞ്ഞത്. കുടുംബത്തിന്റെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം തന്നെ എത്തിക്കാൻ. ആത്മഹത്യയിലേക്ക് കടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യനിലയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതിതീവ്രമായി തുടരുകയാണ്. കാരണം ആത്മഹത്യ എന്നൊരു തീരുമാനം അദ്ദേഹം എടുക്കുന്നത്, ആത്മഹത്യാ ശ്രമം നടത്തുന്നത് ഈ പണം കിട്ടാത്ത മനോവിഷമത്തിൽ തന്നെ എന്നാണ് കുടുംബം എന്തായാലും ഉറച്ചു പറയുന്നത്. അദ്ദേഹം അതിതീവ്ര അവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ജീവനോട് മല്ലിടുന്ന അവസ്ഥ എന്ന് തന്നെയാണ് ഡോക്ടർമാർ ഇത് സംബന്ധിച്ച് പറയുന്നത്. ഇവിടുന്ന് കോന്നിയിലെ പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക തട്ടിപ്പാണ്
നടന്നിട്ടുള്ളത്. ഈ ബാങ്കിന് ഒരുപാട് പണം തിരിച്ചു കിട്ടാനുണ്ട്. അങ്ങനെ ആകെ പ്രശ്നങ്ങളാണ്. ഈ ബാങ്കിൽ നിന്ന് പണം ലഭിക്കാത്ത നിരവധി ആളുകൾ നിരവധി സമരങ്ങൾ ഇവിടെ നടത്തി. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ ഒരാൾ ഒരു ആത്മഹത്യാ ശ്രമം നടത്തി അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ്. ജനങ്ങളുടെ പ്രശ്നമാണ്. LDF ഭരിക്കുന്ന ബാങ്കാണ്. പക്ഷേ ഇവിടുത്തെ പാർട്ടിയോ സർക്കാരോ ഒന്നും ഇടപെടുന്ന സാഹചര്യമില്ല. നിക്ഷേപകർ പണത്തിന് വേണ്ടി കയറി ഇറങ്ങി ചെരുപ്പ് തേയുന്ന അവസ്ഥയാണ്. അങ്ങനെ ഒടുവിൽ മനം മടുക്കുന്ന ആനന്ദനെ പോലെയുള്ളവർ ആത്മഹത്യ പോലെയുള്ള മാർഗങ്ങളിലേക്ക് കിടക്കേണ്ട അതിഗുരുതര സാഹചര്യമാണ്. ആത്മഹത്യക്ക് ശ്രമിച്ച ആനന്ദൻ ഈ പ്രശ്നങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നോ? ഇപ്പോൾ കുടുംബം ഇത് പറയുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹം സമാനമായ രീതിയിൽ ആരോടെങ്കിലും ഒക്കെ ഈ പരാതി പറഞ്ഞതായി നമുക്കറിയുമോ? അതായത് കൃത്യമായി അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് ഈ പ്രയോറിറ്റി അനുസരിച്ച് പണം നൽകണമെന്നൊരു വിധി അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് കൊണ്ടുവന്നത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ബാങ്കിന് മുന്നിൽ, ഞാൻ ഈ നിൽക്കുന്ന ഈ ബാങ്കിന് മുന്നിൽ ആനന്ദൻ സമരം നടത്തിയിരുന്നു. ആ സമരം വലിയ മാധ്യമ വാർത്തയൊക്കെ ആയതാണ്. ആ സമരത്തിനൊടുവിലൊക്കെ പോലീസ് സ്റ്റേഷനിലെത്തി ഇങ്ങനെ പണം നൽകുന്ന കാര്യത്തിൽ ഒത്തുതീർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നതാണ്. ബാങ്ക് നിശ്ചിത ദിവസത്തിൽ പണം നൽകാമെന്നൊക്കെ പറഞ്ഞതാണ്. ഈ ആനന്ദന് 11 ലക്ഷത്തോളം രൂപ ലഭിക്കാനുണ്ട്. അങ്ങനെ ഒത്തുതീർപ്പും മറ്റു കാര്യങ്ങളൊക്കെ നിരവധി നടന്നതാണ്. പക്ഷേ ആനന്ദന് പണം ലഭിച്ചില്ല. ആ പണം ലഭിക്കാത്ത വിഷമം ജീവിതം തന്നെ അവസാനിപ്പിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. അങ്ങനെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഗുളിക കഴിച്ചുകൊണ്ട് ആത്മഹത്യാ ശ്രമം നടത്തുന്നത്. എന്തായാലും അദ്ദേഹം അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഞാൻ നേരത്തെ ഒരു ചേട്ടനെ കാണിച്ചു. അതുപോലെ നിരവധി ആളുകൾ ഇവിടെ ഇങ്ങനെ പണത്തിന് വേണ്ടി ഓരോ ദിവസവും കയറി ഇറങ്ങുന്നുണ്ട്. ഈ ബാങ്കിനെ സംബന്ധിച്ച് നിരവധി ആളുകൾ ഇത്തരത്തിൽ പണത്തിന് വേണ്ടി കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഈ ബാങ്കിലേക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിക്ഷേപകർ പണം ആവശ്യപ്പെട്ട് വരുന്നു. പക്ഷേ ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ ബാങ്കിൽ പണമില്ല, കൃത്യമായി നൽകാനുള്ള തുക ഇനിയൊക്കെ കിട്ടിയിട്ട് വേണം നൽകാൻ. ആളുകൾക്കുള്ള പണം വീതിച്ച് നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം 8 പേര് വന്നു കഴിഞ്ഞാൽ അന്ന് ലഭിക്കുന്ന തുക 8 പേർക്ക് വീതിച്ച് നൽകുന്നൊരു അതിഗുരുതര സാഹചര്യമാണുള്ളത്. ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരിഹാരം വേണമെന്നാണ് ഇവർ നിരന്തരമായി ആവശ്യപ്പെടുന്നത്. നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരുപാട് ആളുകളുടെ പണം ഈ ബാങ്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെല്ലാം തന്നെ ഒരു ജീവിത സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ വിഷയങ്ങൾ, കുടുംബത്തിന് ഒരു നല്ല വീട് വയ്ക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ ബാങ്കിൽ സ്വരുക്കൂട്ടി നിക്ഷേപിച്ച തുകയാണ് ഇപ്പോൾ വന്നു ചോദിക്കുമ്പോൾ ലഭിക്കാത്ത സാഹചര്യം. അങ്ങനെ ഒരാൾ അതിൻ്റെ പേരിൽ ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നു. അയാൾ ഗുരുതരമായി കിടക്കുകയാണ്. ആനന്ദൻ എന്നാണ് പേര്. എന്തായാലും അവരുടെ കുടുംബത്തിൻ്റെ പ്രതികരണം അത് അല്പസമയത്തിനകം എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിവൈകാരികമായാണ് ഈ കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ അയാളുടെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യവും ഇത്തരത്തിൽ നൽകി ആ സമ്പാദ്യം തിരിച്ചു ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള അവഗണന, ആ പണം ലഭിക്കാത്തൊരു സാഹചര്യം വരുന്നു. അതാണ് പ്രശ്നം. ചേട്ടാ, ഇവിടെ പണം കിട്ടാനുണ്ടോ? ഇവിടുന്ന് പണം കിട്ടാനുണ്ട്. എത്ര കിട്ടാനുണ്ട്? എനിക്ക് 4-5 ലക്ഷം രൂപ കിട്ടാനുണ്ട്. ഇവിടെയുള്ള ഒരുവിധം എല്ലാ ഡെപ്പോസിറ്റിൻ അവസ്ഥ ഇത് തന്നെയാണോ? ലക്ഷങ്ങൾ കിട്ടാനുണ്ട്? അതെ അതെ അതെ. ഇവരോട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ഒരു ഇന്ന് തരാം, നാളെ തരാം. ഞാൻ 3 വർഷം കൊണ്ട് നടക്കുക. ഒരു പരിഹാരമില്ല. കോടതി വിധി ഉൾപ്പെടെ ഉണ്ടായിട്ടൊരു പരിഹാരം 2000, 3000 രൂപ വെച്ചിട്ടായിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം എല്ലാവർക്കും ലക്ഷങ്ങൾ കിട്ടാനുള്ള ഒരു സാഹചര്യമാണ്. നമ്മൾ നേരത്തെയൊക്കെ കാണിച്ച മനുഷ്യരാണ്. അവർക്കൊക്കെ തന്നെ ഇതേപോലെ പണം ഒരുപാട് കിട്ടാനുണ്ട്. ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഈ ബാങ്കിന് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിരവധി ആളുകൾ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ്. അധികാരികളോട് പരാതി പറഞ്ഞു, കോടതി വിധി സമ്പാദിച്ചു, പക്ഷേ ഒരു പ്രയോജനവുമില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ശരിയാണ് ജയശങ്കർ. ഇപ്പോൾ അവിടെ നിന്ന് അവർ എന്തായാലും അവർ നിക്ഷേപകരാണ്, അവരുടെ പൈസ കിട്ടാനുണ്ട്. 4, 5, 3, 4 ലക്ഷം രൂപയൊക്കെ ഓരോരുത്തരായിട്ട് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ബാങ്കിൻ്റെ ഈ വിഷയത്തിൽ വിശദീകരണം അത് അത്ര പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മനുഷ്യൻ വെറുതെ ഒരു കാരണമില്ലാതെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ബാങ്ക് പറയുന്നതെങ്കിൽ അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും ഈ വിഷയം കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് അല്ലേ? നിക്ഷേപിക്കാൻ ചെല്ലുമ്പോൾ നല്ല സഹകരണവും നിക്ഷേപം പിൻവലിക്കാൻ ചെല്ലുമ്പോൾ ഒരു സഹകരണവും ഇല്ലാത്ത ബാങ്കിനെയാണോ സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്? സത്യം പറഞ്ഞാൽ അതാണ് നന്നായി പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾക്കൊക്കെ അതെ അവർക്ക് ഒരു മോശമായിട്ടുള്ള ഇമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ അന്വേഷിക്കണം, കർശന നടപടികൾ ഉണ്ടാകണം. നിക്ഷേപകർ നേരത്തെ പറയാൻ ജയശങ്കർ പറഞ്ഞു കേട്ടില്ലേ, ഓരോരുത്തർ ചിലപ്പോൾ അന്നന്നത്തെ കാര്യങ്ങളിൽ നിന്നും മാറ്റി വെച്ചിട്ടാണ് അവരവരുടെ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഈ പൈസ കൂട്ടിവെക്കുന്നത്. അത് കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക അല്ലേ? അത് എല്ലാം കഴിയുമ്പോൾ സ്വന്തം തലേണയുടെ അടിയിൽ അത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു നല്ലതെന്ന് അവർക്ക് തോന്നുന്നു. അതെ. ഇപ്പോൾ സഹകരണ ബാങ്കിനുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാതിരിക്കാൻ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണ്. കാരണം സഹകരണ മേഖല തന്നെ പ്രതിസന്ധിയിലാണെന്ന് പലതവണ സർക്കാർ തന്നെ പറയാറുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. ഇനിയിപ്പോൾ ആ ബാങ്കിൽ നിക്ഷേപിച്ചവർക്കൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. ഒരു കാലത്ത് സാധാരണക്കാർക്ക് വളരെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഏറ്റവും വിശ്വാസം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് ഈ സഹകരണ മേഖല എന്നുള്ളത്. അതിനെ തകർക്കരുത് പ്ലീസ്.